നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ്. ഒരു വർഷം കൂടെ നമ്മളിൽ നിന്ന് വിട പറയാൻ തയ്യാറായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരവസരത്തിൽ എങ്ങും ക്രിസ്മസിൻ്റെ ആഹ്ലാദം അലതല്ലുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസിൻ്റെ എല്ലാവിധ അലങ്കാരങ്ങളും, ക്രിസ്മസ് സമ്മാനങ്ങൾ, ക്രിസ്മസ് പപ്പ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊണ്ട് നാട് മൊത്തം ആഹ്ലാദത്തിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ക്രിസ്മസിൻ്റെ അന്തസ്സത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചാലോ? ലോകത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഈ ഒരു സമയം മധുരതരമായി തീർക്കാൻ വേണ്ടി പലതരം കേക്കുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഉണ്ണിയേശുവിൻ്റെ ജനനം എങ്ങനെയായിരിക്കുന്നു എന്ന് ഈ ഒരവസരത്തിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും പ്രസക്തമാണ്. ആരും ഇടം കൊടുക്കാതിരുന്നപ്പോൾ ഒരു കാലിത്തൊഴുത്ത് ജനന സ്ഥലമാക്കിയ, എല്ലാത്തിനും ഉടയവൻ ഒന്നുമില്ലാതായി ഒരു കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചകൾ കൊണ്ട് കീറത്തുണികളാൽ കൊടും തണുപ്പത്ത് ജനിച്ചു വീണ ആ ഒരു സംഭവം നമ്മളോട് സംസാരിക്കുന്ന എന്താണ്? ജനനത്തിന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിനായി ഒരുങ്ങുമ്പോൾ എത്ര സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ പോകുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്നു. ഇതൊന്നുമില്ലാതെ ജനിച്ച ഒരു രക്ഷകനാണ് സകല ജനങ്ങൾക്കും സന്തോഷമായി മാറിയത്. ഈ ഒരു ക്രിസ്മസ് അനുഭവം നമ്മോട് എന്തെല്ലാമാണ് സംസാരിക്കുന്നത്? ഒന്നുമില്ലായ്മയിൽ യാതൊരു പരാതിയും കൂടാതെ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകിയ മേരി, ആ കാലിത്തൊഴുത്തിൽ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അനേകം പേർക്ക് സന്തോഷം പകർന്നു നൽകിയ ഉണ്ണിയേശു, ഇവരുടെ രണ്ടുപേരുടെയും സംരക്ഷണത്തിനായി ഏറെ ദൂരം കാൽനടയായും ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോഴും പല വീടുകൾ മുട്ടിയിട്ടും യാതൊരു പരാതിയുമില്ലാതെ ഇവർക്ക് കാവലാളായിട്ട് നിന്ന വിശുദ്ധ ജോസഫ്. നമ്മൾ എല്ലാ കാര്യത്തിലും പരാതിക്കാരല്ലേ ഇന്ന്? ഇത്രയേറെ ആർഭാടങ്ങളുണ്ടായിട്ടും ഉള്ളിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഈ ഒരു ക്രിസ്മസ് കാലം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇത്രയേറെ ധൂർത്തും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നതിനിടയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? നമ്മുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഡ്രസ്സോ ഒരു കേക്ക് അല്ലെങ്കിൽ ഡെക്കറേഷനുള്ള കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് വാങ്ങിക്കൊടുത്തുകൂടെ? ആ കൊടുക്കുന്നവരുടെ മുഖത്തെ സന്തോഷമല്ലേ നമുക്ക് ഈ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ? എല്ലാ ആഘോഷങ്ങൾക്കിടയിലും ആഘോഷിക്കാൻ വകയില്ലാതിരിക്കുന്ന ആൾക്കാരെ നാം ഒന്ന് ചിന്തിച്ച് മാത്രം മതിയാകണം. കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായി വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ഒറ്റപ്പെട്ട മാതാപിതാക്കളുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെയുള്ള ആർക്കെങ്കിലും സന്തോഷം പകരുന്ന ഒന്നായി തീരാൻ, ആഘോഷ തിമിർപ്പുകൾക്കിടയിലും ഈ ക്രിസ്മസ് നമ്മളോട് സംസാരിക്കുന്ന എന്താണെന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ വക നൽകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ഒപ്പം തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇന്നുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഏറെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും
ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഒപ്പം നല്ലത് മാത്രം നിറഞ്ഞ നല്ല ഒരു മാറ്റം ജീവിതത്തിലുള്ള ഒരു പുതുവർഷം കൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.